വേദിയിലിരിക്കുന്ന ഇഷ്ടാതിഥികളെ, പ്രിയപ്പെട്ടവരെ, ഞാൻ വേദിയിലിരിക്കുന്ന എല്ലാവരുടെയും പേര് വായിക്കുന്നത് വായിച്ച് തെറ്റിപ്പോണെന്നേക്കാൾ നല്ലത് വേദിയിലിരിക്കുന്ന ആളെ അതുകൊണ്ടാണ്. ഞാൻ സാധാരണ നല്ല എൽ.പി. സ്കൂളോ ഗവൺമെന്റ് സ്കൂളോ അതുപോലെ ചെറിയ പരിപാടികൾക്കാണ് പോകാറ്. ഇത് കുറച്ച് കൂടിയ പരിപാടിയാണ് എന്നെ സംബന്ധിച്ച്. കാരണം ഞാൻ പൊതുസമൂഹത്തെ കുറിച്ചോ ഇന്നത്തെ പൊളിറ്റിക്കൽ കൾച്ചറിനെ കുറിച്ചോ ഒന്നും എനിക്ക് പറയാനറിയില്ല, ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ സിനിമയാണ് നമ്മുടെ വിഷയം. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തോന്നിയ ഒരു സ്വപ്നം, അതിന് പിന്നാലെ കുറച്ച് നാൾ നടന്നു, ദൈവാനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടു. അത്രേ എനിക്കും പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഞാൻ ഈ കഴിവ് ടാലന്റ് എന്നൊക്കെ എന്നെ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു. ഞാൻ ജോസഫ് എന്നുള്ള സിനിമയ്ക്ക് മുമ്പ് ഏകദേശം 100ഓളം സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ പകുതിയിലധികവും വൻ തോൽവിയും പരാജയമായിരുന്നു. അപ്പൊ അവിടെയൊക്കെ പഠിക്കണം, പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള തോന്നലിൽ നിന്ന് യാത്ര തുടർന്ന് 94-ൽ തുടങ്ങി 2018-ലാണ് ജോസഫ് സംഭവിക്കുന്നത്. ആ സിനിമ ഒരു ഭാഗ്യമായിരുന്നത് എല്ലാവരും മെൻഷൻ ചെയ്തിട്ട് ഒരുപാട് സന്തോഷം. ലാസ്റ്റ് ഞാൻ പണി എന്നുള്ളൊരു സിനിമ ഡയറക്റ്റ് ചെയ്തു. ഈ വരുന്ന മാർച്ചിൽ ഞാൻ അതിൻ്റെ ആ പടത്തിൻ്റെ അല്ല വേറൊരു പടം ഡയറക്ഷൻ തുടങ്ങുകയാണ്. ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എനിക്ക് വക്കീലന്മാരായിട്ടുള്ളത്. ഞാനിപ്പോഴും മനസ്സിൽ അഭിനയിക്കണമെന്ന് മോഹിച്ചിട്ടുള്ള 1-2 കഥകൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് 1-2 വക്കീൽ സുഹൃത്തുക്കളാണ്. അത് സിനിമ ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ കാരണം അത്രയധികം ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് റിയലായിട്ട് നമ്മുടെ പൊതുസമൂഹത്തിൽ നടക്കുന്നത്. അതിൻ്റെ റിഫ്ലക്ഷൻസ് ആയിരുന്നുള്ള സിനിമ. അപ്പോൾ തീർച്ചയായിട്ടും വക്കീൽമാര് പറഞ്ഞ കഥകളിൽ ഒരുപാട് ജീവിതവും ഒരുപാട് ആഴവും ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ സമൂഹത്തിൽ നിന്ന് ഇറങ്ങി വരണം. പിന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എൻ്റെ സുഹൃത്തായ സൈബിയെ ഞാൻ എൻ്റെ അടുത്ത സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം തിരക്കുകൾക്കിടയിൽ നോക്കാം എന്നുള്ളൊരു ജാടയാണ് എന്നോട് പറഞ്ഞത്. ആ ജാട പോലെയുള്ള ലുക്ക് തന്നെയാണ് ആ സിനിമയിലേക്ക് വരാനുള്ള വഴി തീർന്നു. അല്ല, ഞങ്ങൾ തമ്മിലുള്ള നല്ല സൗഹൃദമുണ്ട്. അപ്പൊ അദ്ദേഹം വഴിയാണ് ഞാൻ വന്നത്. വേറെ സുഹൃത്തുക്കളുണ്ട് എനിക്കറിയാൻ കുറെ പേരെ. അപ്പോ ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. എനിക്ക് വേറെ എന്താ പറയണമെന്ന് അറിയില്ല. ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ പറ്റിയതും ഇങ്ങനെ ഒരു സദസ് പങ്കെടുക്കാൻ പറ്റിയതും. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇന്ന് പ്രോത്സാഹനത്തിന് സ്നേഹത്തിനെല്ലാം ഒരുപാട് നന്ദി. ഉറപ്പായിട്ടും അവിടെ നിന്നേ പറഞ്ഞു, എന്നോട് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് എനിക്കൊരു ഗ്ലാസ് ചായ കൊണ്ടീ പുള്ളിക്കാരത്തിൽ പറഞ്ഞു പാട്ട് പാടണോട്ടോ എന്ന്. അപ്പൊ പക്ഷെ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പാട്ടാണ് ഞാൻ ഒരു 5-8 വർഷമായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. പാടി അല്ല, അത് പ്രശ്നമില്ല. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഓരോ വീഡിയോ ഇറങ്ങും, ഓരോ പാട്ട് ഞാൻ ഓരോ സെർച്ച് ചെയ്യുള്ളൂ. ഈ ഒരേ പാട്ട് തന്നെ ഒരു 100 കണക്കിന് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്നുണ്ട്. അതെ അതെ അതെ, എനിക്കിങ്ങനെ നാമൊന്നുമില്ല. ഞാൻ പാടുന്ന കാരണം മുന്നോട്ട് പോയാലേ പറ്റൂ. അപ്പോ പാട്ടെങ്കിൽ പാട്ട്, ആട്ടെങ്കിൽ നാട്ട് അല്ലേ? പാണന്റെ പാട്ടിനൊത്ത് കാലം പിടിക്കും പെണ്ണ്, താളത്തിനൊത്ത് നല്ല ചൂട് ചെയ്യും. പാടത്തിൻ ദൂരത്തവടും ഇരിക്കും തെച്ചി, പൂവ് പറിക്കാതായി വെള്ളി നടത്തും. പൽക്കാലം പയ്യനെ കാണാൻ പാടവരമ്പത്തി ദൂരത്ത് നിന്ന് അറിവറിയാതെ വളർന്ന് വെള്ളി നോക്കിയിടും, പിന്നെ പുഞ്ചിരി തൂക്കിയിടും. പണ്ട് പാടവരമ്പത്തിലൂടെ ആദ്യമായിട്ട് ഏറ്റു പാടുകയാണ് ഞാൻ. ഇതുപോലെ എല്ലാ സ്ഥലത്തും നിർത്തും, ആരും പാടില്ല, മതി എന്ന് പറയുന്ന പോലെ. താങ്ക് യു, ഒരുപാട് സന്തോഷം. വരാൻ പോകുന്ന കലാദിവസം ഏറ്റവും ഭംഗിയാവട്ടെ. എന്തായാലും ഏത് തരത്തിലുള്ള കൂട്ടായ്മകൾ എന്നും നമ്മൾ ഒരുമിച്ച് നിർത്തുകയും മുന്നോട്ട് പോവുകയും കൊണ്ടേ ഉള്ളൂ. തീർച്ചയായിട്ടും ഭംഗിയായിട്ട് നടക്കട്ടെ. ഒരിക്കൽ കൂടി താങ്ക് യു.